പ്രവാസിയുടെ ജീവിതം വിശദീകരിക്കുന്നിടത്ത് ഒരു കഥ പറയുന്നുണ്ട്. അതെന്താണ്? ഖത്തറിലെ ഒരു പ്രവാസി, അദ്ദേഹം നല്ലൊരു വീട് വെക്കുകയാണ്. അയൽപ്പക്കക്കാരന്റെ വീട് കണ്ട് ഭാര്യയുടെ തലയണ മന്ത്രം കേട്ട് അയാൾ ഒരു നല്ല വീട് വെക്കുകയാണ്. ആ വീട് നിർമ്മിച്ച് അതിന്റെ ഹൗസ് ഫാമിങ്ങിന് അയാൾ വരാൻ ഉദ്ദേശിച്ചപ്പോ ഭാര്യ വിളിച്ചു പറയാൻ വരാനായിട്ടില്ല. അയൽവാസിയായ ഇന്നയാള് ഒരു കാറും കൂടെ വാങ്ങിയിട്ടുണ്ട്. നമുക്കും ഒരു കാറ് വേണം, അതുകൂടെ സമ്പാദിച്ചിട്ട് വന്നാ മതി, നിങ്ങൾ ഹൗസ് ഫാമിംഗ് ഞങ്ങൾ നടത്തിക്കൊള്ളാം. ഭാര്യയുടെ വാക്ക് കേട്ട് 2 വർഷം കൂടി അയാൾ അവിടെ ജോലി ചെയ്യുകയാണ്. ജോലി ചെയ്ത് പണം സമ്പാദിച്ച് ഭാര്യക്ക് കാറ് വാങ്ങാൻ അയാൾ പൈസ അയക്കുകയാണ്. ഭാര്യ കാറ് വാങ്ങി, അത് വീട്ടിലെ ഷെഡിലെത്തി, ടിക്കറ്റ് ഓക്കെ ആക്കി. ഈ ഖത്തറുകാരൻ വീട് കാണാൻ, പുതിയ വാഹനം കാണാൻ, ഭാര്യയെ കാണാൻ, മക്കളെ കാണാൻ, കുടുംബത്തെ കാണാൻ ടിക്കറ്റ് ഓക്കെ ആക്കി, ആവശ്യമുള്ള വസ്തുക്കളൊക്കെ വാങ്ങി പാക്ക് ചെയ്ത് അത് കെട്ടി എയർപോർട്ടിലേക്ക് മടങ്ങവേ അദ്ദേഹം അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. ഈ വാർത്ത കേൾക്കുന്നു ഭാര്യ. മരിച്ചിട്ട് ആ ബോഡി എയർപോർട്ടിൽ വരികയാണ്, കരിപ്പൂർ എയർപോർട്ടിൽ വരികയാണ്. ആ ബോഡി വാങ്ങിയ ആ വീട്ടിന്റെ തൊട്ടയൽപക്കത്തുള്ള ഡ്രൈവർ ഈ സ്ത്രീയോട് ചോദിച്ചു അത്രേ, അല്ല, ഈ അപശകുനത്തെ, ഈ മയ്യത്തിനെയാണോ നിങ്ങളുടെ പുതിയ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നത്? അതുകൊണ്ട് പുതിയ വാഹനത്തിൽ ആ ബോഡി വെക്കരുത്. ഭാര്യ അത് മുഖവിലക്കെടുക്കുകയാണ്. സ്വന്തം ഭർത്താവിന്റെ, ഏതൊരു ഭർത്താവിന്റെ ചോരയും നീരുമാണോ ഈ വാഹനം, ആ വാഹനത്തിൽ ഒന്ന് കിടത്താൻ ആ ബോഡിക്ക് അവസരമുണ്ടായില്ല. കല്ലായി പാലം കഴിയുമ്പോ ഈ ഡ്രൈവർ വീണ്ടും ചോദിച്ചു അത്രേ, അതല്ല, ഈ പുതിയ വീട്ടിലേക്കാണോ അപശകുനമായ ഈ മയ്യത്ത് കൊണ്ടുപോകുന്നത്? അതെ, ആ പുതിയ വീട്ടിൽ ഒന്നാം മയ്യത്ത് കിടക്കാൻ പോലും ആ സ്ത്രീ സമ്മതിച്ചില്ല. ഇതാ മനുഷ്യന്റെ ജീവിതം. ദുനിയാവിന് വേണ്ടി ഓടുന്നതിനിടയിൽ നശിച്ചു പോകുന്നത്, പക്ഷെ ആഖിറത്തിന് വേണ്ടിയിട്ട് ജീവിച്ചതുമില്ല. ദുനിയാവും നഷ്ടമായി, ആഖിറവും നഷ്ടമായി. എന്തൊരവസ്ഥാവിശേഷമാണിത്! അതുകൊണ്ട് മനുഷ്യരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം, യത്ബഉൽ മയ്യത്തു സലാസത്തുൻ, 3 കാര്യങ്ങളാണ് മയ്യത്തിന് പിന്തുടരുക. ഒന്നവന്റെ കുടുംബമാണ്, ഒന്നവന്റെ അമലാണ്, മറ്റൊന്ന് അവന്റെ സമ്പത്താണ്. മാലുഹു, ഒന്നവന്റെ മാലാണ്. അമലുഹു, അവന്റെ അമലാണ്. അതുപോലെ തന്നെ അവന്റെ സമ്പത്താണ്, കുടുംബമാണ്. ഇതിൽ 2 മടങ്ങിപ്പോരും. അമല് മാത്രം. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചേ, നമ്മുടെ കയ്യിൽ എന്ത് അമലുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോ നിങ്ങളുടെ കരീം പിശാചിന്റെ ഭാഗത്തുനിന്ന് പ്രേരണ ഉണ്ടാവും. വൃത്തികേടുകൾ ചെയ്തിട്ട് കിടന്നോളാൻ, വൃത്തികേടുകൾ ചിന്തിച്ചിട്ട് കിടന്നോളാൻ, നല്ല കാര്യങ്ങൾ ചിന്തിച്ചും ദിക്ർ ചൊല്ലിയും കിടക്കാൻ മലക്കിന്റെ പ്രേരണ ഉണ്ടാവും. കരീനിന്റെ പ്രേരണ വൃത്തികേടുകൾ ചെയ്ത് കിടക്കാനാണ്. എത്ര പേരുണ്ട് അങ്ങനെ കിടക്കുന്നവർ? സെക്സ് ആസ്വദിച്ച് തോന്നിവാസങ്ങൾ പറഞ്ഞ് തോന്നിവാസങ്ങളിൽ മുഴുകി കിടന്നുറങ്ങുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക, ദിക്ർ ചൊല്ലുക, പ്രാർത്ഥിക്കുക, ഉറങ്ങുമ്പോ ഒദു ചെയ്യുക, ഒദുവിന്റെ 2 റക്അത്ത് നമസ്കരിക്കുക, ആയത്തുൽ കുർസി ഓതുക, പടച്ചവനെ കുറിച്ച് ربنا الهادي الودود